ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറിച്ചിന്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു. GST വെട്ടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ്. ആ കേസിന്റെ അപ്ഡേറ്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നാറിയ കേസായതുകൊണ്ട് തന്നെ ഇവരുടെ ഗ്രൂപ്പുകളിൽ ആരും തന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുക എന്ന് വിചാരിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഹൈ ലീഡേഴ്സ് എന്ന് മാത്രമേ ഇപ്പം പറയാൻ പറ്റുള്ളൂ. എല്ലാവരും ലീഡേഴ്സാണ്. പൈസ പോയവരൊക്കെ വേറെ പണിക്ക് പോയി, പിന്നെ കോടിപതികളൊക്കെ വേറെ കമ്പനിയിലും പോയി. ഇപ്പോൾ മൂഞ്ചി തെറ്റി നിൽക്കുന്നത് തേച്ചും ലീഡേഴ്സാണെന്നാണ് നമ്മുടെ ആൾ പറയുന്നത്. അതുകൊണ്ട് നമ്മളും ലീഡേഴ്സ് എന്ന് മാത്രമേ അഭിപ്രായപ്പെടുകയുള്ളൂ. പിന്നെ നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള കമ്പനിയാണ്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിലാണ് ഈ കമ്പനിയുടെ അംഗീകാരം കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്നാണ്. പിന്നെ നമ്മൾ GST അടക്കുന്നുണ്ട്, നമുക്ക് പാൻ കാർഡ് ഉണ്ട്, നമുക്ക് GST അടക്കുന്നുണ്ട്. കമ്പനി ആയതുകൊണ്ട് നമുക്ക് ആധാർ കാർഡില്ല. പക്ഷേങ്കിൽ പ്രതാപനും ശ്രീനക്കും ആധാർ കാർഡ് പോലുമുണ്ട്. പിന്നെ നമ്മുടെ CEO കുറിച്ച് പറയുകയാണെങ്കിൽ CEO കേരളത്തിലെ സൗന്ദര്യ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ വനിതയാണ്. അതുപോലെ തന്നെ രാമു കാര്യാട്ട് അവാർഡ്, അതുപോലെ തന്നെ മദർ തെരേസ അവാർഡ്, അതുപോലെയുള്ള പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾക്ക് മാത്രം കിട്ടുന്ന അവാർഡുകൾ ഏറ്റുവാങ്ങിയ നല്ല ഒരു വനിതയാണ്. പിന്നെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ, നിരവധി പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മഹത് വ്യക്തിത്വത്തിന് ഉടമയാണ് നമ്മുടെ ഇത്. അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേകിച്ച് പറയേണ്ടത്, നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് GST അടക്കുന്ന കമ്പനിയാണ്. GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കരുത് സുഹൃത്തുക്കളെ. പക്ഷേ നമ്മുടെ കമ്പനി GST അടക്കുന്ന കമ്പനിയാണ്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ GST അടക്കുന്നതും ചോദിക്കരുത് സുഹൃത്തുക്കളെ. അത് നമുക്ക് അറിയില്ല. നമ്മൾ ആൾക്കാരുടെ നിന്ന് പൈസ വാങ്ങുന്നു, നമ്മൾ പ്രതാപൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ പിൻ ഏജൻസിക്ക് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളെല്ലാവരും പണക്കാരാവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യം? നമ്മളൊക്കെ പാവങ്ങളെ പറ്റിച്ച് ആണെങ്കിലും നമ്മളൊക്കെ പണക്കാരാവാൻ വേണ്ടിയിട്ട് 2000 മുതൽ തട്ടിപ്പ് നടത്തി, വെട്ടിപ്പ് നടത്തി, ജയിലിൽ പോയി, പല പല കമ്പനികൾ നടത്തി, പൊട്ടിച്ച് ആൾക്കാരെ മുഞ്ചിച്ച് തെറ്റിച്ച് നടന്നിരുന്ന കൊലാട്ട് പ്രതാപൻ്റെ കമ്പനിയിലാണ് സുഹൃത്തുക്കളെ നമ്മളൊക്കെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനി GST അടക്കുന്ന കമ്പനിയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് GSTക്കാർ നമ്മളെ ഓഫീസിൽ റെയ്ഡ് ചെയ്യുകയും നമ്മളെടുക്കുന്ന അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇതുവരെ ആരും ചോദിക്കാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുകയും നമ്മളോട് 125 കോടി അടക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. നമ്മളെവിടെ നിന്നാണ് ഈ 125 കോടി അടക്കേണ്ടത്? അതുകൊണ്ട് നമ്മളൊരു ദിവസം ഒരു 1.5 കോടിയും പിന്നെ വേറൊരു ദിവസം 50 കോടിയും സ്പോട്ടിൽ തന്നെ അടച്ചിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. പക്ഷേങ്കിൽ GSTക്കാർ പറയുന്നത് പിന്നെയും നിങ്ങൾ പൈസ അടക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ GSTക്കാർ നമ്മുടെ എല്ലാമായ ദൈവതുല്യനായ ദൈവപുത്രനായ പ്രതാപനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ അതിൻ്റെ ഒരു കേസ് GST നമ്മളെ ചാപ്പ കുത്തിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭീമമായ ഫൈനും ഒക്കെ ആയിട്ട് ആണ് നമുക്കിപ്പോൾ ആകെ ഗുലുമാലായിരിക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ പറയുന്നത്, നമ്മൾ കൃത്യമായി GST അടിച്ചു പോകുന്ന ഒരു കമ്പനിയാണ് സുഹൃത്തുക്കളെ. നമ്മൾ പൊങ്കളാന്ത അടിക്കാൻ വേണ്ടിയിട്ട്, ആൾക്കാരെ ചതിക്കാൻ വേണ്ടിയിട്ട്, ആൾക്കാരെ വലയിൽ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അറിയാതെ നമ്മുടെ ശ്രീനാ മേഡം 3100 കോടി ടേൺ ഓവറുള്ള കമ്പനിയാണ് എന്ന് നമ്മൾ പല വേദികളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. പക്ഷേങ്കിൽ ഏതോ ചാരന്മാർ
ഇതൊക്കെ GST വകുപ്പിനും മറ്റ് ആൾക്കാർക്കും വേണ്ടപ്പെട്ട പോലീസുകാർക്കൊക്കെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3000 കോടി ടേൺ ഓവർ ഉണ്ടെങ്കിൽ നമ്മൾ 3000 കോടിയുടെ ടേൺ ഓവറിൻ്റെ 18% GST അടച്ചിട്ടുണ്ടോ എന്ന് ആണിപ്പോൾ ഈ GSTക്കാർ നോക്കുന്നത് സുഹൃത്തുക്കളെ. നമ്മൾ പേരിന് അവിടെ ഇവിടെയൊക്കെ GST അടച്ചിട്ട് നമ്മൾ GST അടക്കുന്നുണ്ടുള്ള കമ്പനിയാണ് എന്ന് വരുത്തി തീർക്കില്ലാതെ ആരുണ്ട് സുഹൃത്തുക്കളെ ഈ കേരളത്തിൽ കൃത്യമായി GST അടച്ച കമ്പനികൾ? അങ്ങനെയാണെങ്കിൽ നമ്മളെ മാത്രം എന്തിനാണ് പിടിക്കുന്നത്? എത്ര ആളെ പിടിക്കാനുണ്ട്? അതുകൊണ്ട് തന്നെ ഇത് തീർത്തും ശരിയല്ലാത്ത ഒരു കാര്യമാണ്. GSTക്കാർ നമ്മളെ കമ്പനിയുടെ MDയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അതിനുശേഷം നമ്മൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിൽ ചില പാകപ്പിഴകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ജാമ്യത്തിലിറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. പക്ഷേങ്കിൽ GSTക്കാർ നമ്മളെ വിടുന്നില്ല, വിടാതെ പിന്തുടരുകയാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് ഇവർ നമ്മളെ കേസ് കൊടുത്തു സുഹൃത്തുക്കളെ. ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ നമ്മളതിനെ മൈൻഡാക്കിയില്ല സുഹൃത്തുക്കളെ, മൈൻഡാക്കിയില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഇതിൻ്റെ ഹൈക്കോടതിയുടെ ജഡ്ജി നമുക്ക് നമ്മുടെ അഡ്രസ്സിൽ സ്പീഡ് പോസ്റ്റിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അയച്ചു തന്നു സുഹൃത്തുക്കളെ. അപ്പോൾ പിന്നെ കുറേ 5-6 മാസം നമ്മളതിന് മറുപടി ഒന്നും കൊടുത്തില്ല. പിന്നെ ഇവർ പിന്നെയും സ്പീഡ് പോസ്റ്റിൽ അയച്ചപ്പോൾ നമ്മളൊരു മറുപടി കൊടുത്തു സുഹൃത്തുക്കളെ. അപ്പോൾ അങ്ങനെയാണ് കഴിഞ്ഞ മാസം 28-ാം തീയതി നമ്മളൊരു വക്കീലിനെയൊക്കെ ഏർപ്പാട് ചെയ്ത് ഇത് നമ്മൾ കോടതിയിൽ ഹാജരായത് സുഹൃത്തുക്കളെ. പിന്നെയും ഇവർ അതിനെന്തെല്ലോ കടലാസും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളടിക്കുകയാണ്. എവിടെയാണ് സുഹൃത്തുക്കളെ കടലാസ്? നമ്മുടെ ഓഫീസൊക്കെ പൂട്ടിപ്പോയത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അതിൽ ബെഞ്ചും ഡെസ്കും കാലുപൊട്ടിയ കസേരയും കർബോർഡ് പെട്ടിയും കക്കൂസിലെ കപ്പടക്കം ലേലം ചെയ്യാൻ വെച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ. പിന്നെ എവിടെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഓഫീസ് രേഖകൾ ഹാജരാക്കുക? അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ നമുക്ക് ഒരു ചെറിയ ബുദ്ധി ഉദിച്ചു സുഹൃത്തുക്കളെ. നമ്മൾ ഇനി അങ്ങോട്ട് നമ്മൾ കോടതിയിലേ പോകുന്നില്ല, കോടതിയുടെ ഭാഗത്തേക്കേ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കേസ് വിളിച്ചപ്പോൾ നമ്മുടെ വക്കീൽ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല സുഹൃത്തുക്കളെ. എന്നിട്ട് നമ്മൾ വെബ്സൈറ്റിൽ കാണുന്നത് റെസ്പോണ്ടന്റിന് കത്തയക്കാൻ വേണ്ടിയിട്ട്, നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, റെസ്പോണ്ടന്റിനെ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മളൊക്കെ പുക കണ്ടിട്ട് ഇവന്മാരൊക്കെ പോകില്ലെന്ന് തോന്നുന്നത്. എന്തിനാണ് നമ്മളെ ഇങ്ങനെ നമ്മളൊരു ചെറിയ തട്ടിപ്പും വെട്ടിപ്പും പാവപ്പെട്ടവരെ മൂഞ്ചിക്കുകയും ചെയ്തെന്ന് വിചാരിച്ചിട്ട് എന്തിനാണ് നമ്മളെ ഇങ്ങനെ ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരാളെ MDയെ പിടിച്ചകത്തിടുന്നു, മറ്റുള്ളവരെ ഇങ്ങനെ കേസ് 4 ഭാഗത്തു നിന്നും കേസ്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേസ്, പിന്നെ GSTയുടെ കേസ് വേറെ, ബഡ്സിൻ്റെ കേസ് വേറെ, EDയുടെ കേസ് വേറെ, അങ്ങനെ എല്ലാ ഏജൻസികളും നമ്മളെ കേസോട് കേസാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഹാജരായിട്ടില്ല സുഹൃത്തുക്കളെ. എങ്ങനെയുണ്ട് നമ്മുടെ ബുദ്ധി? അപ്പോൾ നമ്മൾ ഇനി കുറേ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഹാജരാവുകയുള്ളൂ. നമ്മൾ ഹാജരായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഹാജരാക്കും സുഹൃത്തുക്കളെ? നമ്മൾ GST അടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാലോ. GST പേരിൽ മാത്രമേ അടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പിന്നെ GST വേണ്ടാത്തൊരു സാധനമാണെന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും സുഹൃത്തുക്കളെ, നമ്മൾ അതിന് വരുമാനം കൊടുത്തിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. നമ്മുടെ റെഡീം കൂപ്പൺ ആണെങ്കിൽ നമ്മൾ സാധനം വിൽക്കുമ്പോൾ മാത്രമാണ് നമ്മൾ GST അടയ്ക്കേണ്ടത് സുഹൃത്തുക്കളെ. പക്ഷേങ്കിൽ നമ്മൾ അതിനൊക്കെ വരുമാനം കൊടുക്കുകയും നമ്മൾ 18 ലെവലിൽ വീതിച്ചു കൊടുക്കുകയും ചെയ്തത് ആകെ ഗുലുമാലായിട്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. ഇവന്മാർ അതൊക്കെ ഒരു പ്രൊഡക്റ്റായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് സുഹൃത്തുക്കളെ. നമ്മൾ വാങ്ങിയത് ഒരു ഡെപ്പോസിറ്റായിട്ടും അതൊരു പ്രൊഡക്റ്റായിട്ടും അതിൻ്റെ വില ഒരു പ്രൊഡക്റ്റായിട്ടും ഒക്കെ കണക്കാക്കിയത് കൊണ്ട് നമ്മൾ 18% അടയ്ക്കേണ്ടി വരും സുഹൃത്തുക്കളെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളങ്ങനെ ഇത് പ്രൊഡക്റ്റ് അല്ല എന്നും നമ്മളിത് ഒരു ഡെപ്പോസിറ്റ് ആണെന്നും ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മുടെ ബഡ്സുകാരെ പിടിക്കും സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മുടെ ബഡ്സിലെ കേസ് എന്തെങ്കിലും ഒന്ന് തീരുമാനമാകുന്നത് വരെ നമ്മൾ ഹൈക്കോടതിയുടെ ഭാഗത്തേക്ക് പോകാതിരിക്കാനാണ് സുഹൃത്തുക്കളെ നമ്മൾ ശ്രമിക്കുന്നത്. എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ? ഇങ്ങനെ തന്നെയല്ലേ സുഹൃത്തുക്കളെ നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് വക്കീൽ പോലും ഹാജരായിട്ടില്ല. അപ്പോൾ ഇവർക്ക് നോട്ടീസ് അയക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്.
എന്താണല്ലേ എല്ലാ രേഖകളും ഇല്ല കമ്പനി, GST അടക്കുന്ന കമ്പനി. എന്നിട്ട് ഒരു രേഖയും ഇല്ലാതെ വക്കീലിനെ പോലും ഹാജരാക്കാതെ ഇവരിങ്ങനെ നീട്ടി കൊണ്ടുപോവുകയാണ്. എന്നിട്ട് നിങ്ങളോട് എന്താ പറയുന്നത്, നിങ്ങളുടെ പൈസ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേസ് നടത്തുന്നത് എന്ന്. ഇതൊക്കെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ ഇത് ഒരു കാര്യമില്ല, ഇവരിങ്ങനെ നമ്മളെ പറ്റിക്കുകയാണെന്ന് വിശ്വസിക്കുന്നവർ ഭയങ്കരം, അവർക്ക് മനസ്സിലാക്കുക. എന്തായാലും കേസിന് പോവാതെ അല്ലെങ്കിൽ ക്രൈം ബ്രാഞ്ചിന് മുന്നേ അല്ലെങ്കിൽ ജില്ലാ കളക്ടർക്ക് മുമ്പാകെ ക്ലെയിം പെറ്റീഷൻ കൊടുക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് പണം ലഭിക്കും. അല്ലാത്തവർക്ക്, ഇവനെ പോലെയുള്ള ആൾക്കാർ പറയുന്നത് വിശ്വസിച്ചിരിക്കുന്നവർക്ക് പൈസ പോവും, അത്ര തന്നെ.